കഥ പൗഡർ. രാവിലെ സ്കൂളിൽ പോകാൻ യൂണിഫോമും ഷൂസും ധരിച്ച് ചീപ്പും പൗഡറുമായി ധ്രുവൻ പവിയുടെ അടുത്ത് വന്നു. പവി അവന്റെ മുടി ചീകിക്കൊടുത്തു. പൗഡർ ഡപ്പി തുറന്ന് ഒരൽപ്പം എടുത്തവന്റെ കവിളിലും മൂക്കിലും നെറ്റിയിലുമിട്ട് തുടച്ച് വൃത്തിയാക്കുന്നതിനിടയിൽ ആ പൗഡറിന്റെ സൗരഭ്യം പവിയുടെ മൂക്കിലൂടെ തുളച്ച് തലയിലേക്ക് ഓടിക്കയറി. അവിടെ നിന്ന് ഓർമ്മയുടെ അറകളിലേക്ക് ആ സൗരഭ്യം പറന്നിറങ്ങി. ഇതിനു മുമ്പും പലതവണ ഈ പൗഡർ ഉപയോഗിച്ചിരുന്നെങ്കിലും ഇന്ന് രാവിലെ ചിന്തയുടെ അന്തരാളങ്ങളിലേക്ക് ഒരു നിസ്സാരനായ പൗഡർ ഓടിക്കയറുകയായിരുന്നു. ഒരു നിമിഷം പവി ചെറുപ്പകാലത്തേക്ക് ഓടിപ്പോയി. അന്നൊക്കെ ഗൾഫുകാരുള്ള വീടുകളിൽ മാത്രം അവരുടെ സ്വകാര്യ അഹങ്കാരമായി കൊണ്ടു നടന്നതാണ് ഈ പൗഡർ. ഗേറ്റിന് സമീപത്തായി നിർത്തിയ കറുത്ത അംബാസഡർ കാറിനടുത്തേക്ക് ഓടിയ ഓട്ടം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നി. ഗൾഫിൽ നിന്നും അച്ഛന്റെ വരവ് ആഘോഷമാക്കിയ നാളുകൾ. 2 വലിയ പെട്ടി നിറയെ സാധനങ്ങൾ: തുണികൾ, ലുങ്കികൾ, സോപ്പുകൾ, പൗഡറുകൾ, സെന്റുകൾ, ബിസ്ക്കറ്റുകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, വാച്ചുകൾ, പലതരത്തിലുള്ള സാധനങ്ങൾ. പെട്ടി തുറക്കുന്നതും കാത്ത് വീടിന്റെ ഒരു മൂലയിൽ പവി നിന്നു. അച്ഛൻ പെട്ടി തുറന്ന് സാധനങ്ങൾ ഓരോന്നായി പുറത്തെടുത്തു. പലതരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ, ബാറ്ററി ഇടുന്നത്, കറങ്ങുന്നത്, ഓടുന്നത്, തുള്ളി പോകുന്നത്, അങ്ങനെ എല്ലാം പവിക്ക് സ്വന്തം. അടുത്ത ദിവസം സ്കൂളിൽ പോകാൻ നേരം അമ്മ ഗൾഫ് പൗഡർ എടുത്ത് മുഖത്തിട്ടു. എന്തൊരു വാസനയായിരുന്നതിന്! അന്ന് ആദ്യമായാണ് അവൻ ആ പൗഡർ ഇടുന്നത്. ആ പൗഡറിന്റെ സൗരഭ്യം ആദ്യമായി അവന്റെ തലച്ചോറിന് അനുഭവവേദ്യമാകുന്നത് അന്നായിരുന്നു. പവിയുടെ അമ്മ ആ പൗഡർ വിശേഷ ദിവസങ്ങളിൽ ഇടാൻ മാറ്റിവെച്ചു. അച്ഛൻ കൊണ്ടുവന്ന തുണികൾ, ടോർച്ച്, സ്വീറ്റ്സ്, സെന്റ് തുടങ്ങി ഒട്ടുമിക്കതും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകുത്തു നൽകിയെങ്കിലും ആ പൗഡർ അതുമാത്രം 5 ഡപ്പി ആർക്കും കൊടുക്കാൻ അമ്മ സമ്മതിച്ചില്ല. അടുത്ത 2 വർഷത്തേക്ക് പവിക്കും സഹോദരി ലിജിക്കും അമ്മയ്ക്കും വേണ്ടി മാറ്റിവെച്ചു. അതിനു പിന്നിൽ ഒരു രഹസ്യമുണ്ടായിരുന്നു. അതൊരിക്കൽ അറിയാതെ പവിയോടമ്മ പറഞ്ഞു: ആരും ഇടാത്ത പൗഡർ, ആരും കാണാത്ത പൗഡർ, ആരും ഇതിനു മുമ്പ് ഈ നാട്ടിൽ അറിയാത്ത സുഗന്ധം. ഈ പൗഡർ ഇട്ട് ഞാനൊന്ന് കസറും. കല്യാണങ്ങളൊക്കെ വരട്ടെ. അമ്മയുടെ കണക്കുകൂട്ടലുകൾ ശരിയായി. തുടർന്നുള്ള നാളുകളിൽ ബന്ധുക്കളുടെ കല്യാണം, നാട്ടിലെ കല്യാണം, വീട്ടുകുടിയർ എന്നു വേണ്ട എവിടെയും ആ പൗഡറിന്റെ സുഗന്ധവാഹകരായി പവിയും അമ്മയും സഹോദരിയും ഉണ്ടായിരുന്നു. തെല്ല് അഹങ്കാരത്തോടെ നടക്കുമ്പോൾ മണം പിടിക്കാൻ അസൂയാലുക്കൾ കൂടെ കൂടുന്നത് പവി ഓർത്തെടുത്തു. രഹസ്യം അതീവ രഹസ്യമായി തന്നെ 3 പേരും സൂക്ഷിച്ചു. അച്ഛനും പൗഡറിന്റെ പേരൊന്നും ആരോടും പറയാൻ പോയില്ല. ആർക്കും കൊടുക്കാൻ അമ്മ സമ്മതിച്ചുമില്ല. 2 മാസം കഴിഞ്ഞ് പവിയുടെ അച്ഛൻ തിരിച്ച് ഗൾഫിലേക്ക് പോയി. അവിചാരിതമായി പൗഡർ വെച്ച സ്ഥലം അമ്മ പരിശോധിച്ചപ്പോൾ 1 കുറവ്. അന്ന് വീട്ടിൽ ടെൻഷനായിരുന്നു. ആരെങ്കിലും മോഷ്ടിച്ചതാണോ? പവിയെയും ലിജിയെയും അമ്മ പോലീസ് മുറയിൽ ചോദ്യം ചെയ്തു. വല്ലപ്പോഴും സഹായിക്കാൻ വരുന്ന നാണിയിലേക്ക് സംശയം നീണ്ടു. കണ്ടുപിടിക്കാൻ പല വഴികളും പയറ്റി. അമ്മ പൗഡർ ഇട്ട് നാണിയുടെ അടുത്ത് ചെന്നു നിന്നു. നാണി ഹുക്ക വലിക്കുന്ന പോലെ പൗഡറിന്റെ മണം ആമാശയത്തിലേക്ക് വലിച്ചു കയറ്റി കണ്ണ് തള്ളിക്കൊണ്ട് ചോദിച്ചു: ഇതെവിടുന്നാ കൊച്ചമ്മ? ആ ചോദ്യത്തിൽ നിന്ന് തന്നെ ആ വഴിക്കുള്ള അന്വേഷണം അമ്മ അവസാനിപ്പിച്ചു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ അച്ഛന് കത്തെഴുതി ചോദിച്ചു: നിങ്ങൾ ആ പൗഡർ ആർക്കെങ്കിലും കൊടുത്തായിരുന്നോ? പിന്നീടുള്ള ദിവസങ്ങൾ മറുപടിക്കായുള്ള കാത്തിരിപ്പായിരുന്നു. കണ്ടുപിടിക്കുന്നവരെ അമ്മയുടെ സമാധാനം നഷ്ടപ്പെട്ടു. ആ ഇടയ്ക്ക് അച്ഛന്റെ 2 കത്തുകൾ വന്നു. ചോദ്യത്തിനുള്ള മറുപടി മാത്രമില്ല. പവി പറഞ്ഞു: വിട്ടേക്കമ്മ, വിട്ടുപോയതായിരിക്കും. അങ്ങനെ വിട്ടുപോയ ശരിയാവത്തില്ലല്ലോ. വീണ്ടും എഴുതി. ഇത്തവണ കുറച്ച് കടുപ്പിച്ചെഴുതി. അതിനും മറുപടിയില്ല. 2 മാസം കഴിഞ്ഞ് ഒരു ദിവസം കണക്ക് ടീച്ചർ ലീവായിരുന്നു. കുട്ടികളുടെ ബഹളം സഹിക്കാതായപ്പോൾ ശ്യാമള ടീച്ചറെ ഹെഡ്മാഷ് പവിയുടെ ക്ലാസ്സിൽ പറഞ്ഞയച്ചു. ശ്യാമള ടീച്ചർ ക്ലാസ്സിലേക്ക് കാലെടുത്ത് വെച്ചതും ഫസ്റ്റ് ബെഞ്ചിലിരുന്ന പവി ഒരു ദീർഘശ്വാസം വലിച്ചു. വീട്ടിലെത്തിയ പവി
അമ്മയോട് പറഞ്ഞു, വിട്ടേക്കമ്മ വിട്ടേക്ക്, ഒരു പൗഡർ അല്ലേ പോയുള്ളൂ. പവി പൊട്ടിച്ചിരിച്ചു. എന്തു പറ്റി അച്ഛാ? ധ്രുവൻ ചോദിച്ചു. ഒന്നുമില്ലടാ, വെറുതെ. ദേ അമ്മ, അച്ഛൻ വെറുതെ ചിരിക്കുന്നു. നിങ്ങൾക്കെന്താ പ്രാന്താണോ മനുഷ്യ? ഓ ഒന്നുമില്ലടി, പെട്ടെന്ന് ഓരോന്ന് ആലോചിച്ചു പോയത്. നിങ്ങളിങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരുന്നോ? വണ്ടി വരാറായി. പവിയുടെ ഭാര്യ ധ്രുവനെ സ്കൂൾ ബസ് കയറ്റിവിട്ട് തിരിച്ചു വന്നു. മോന്റെ കാര്യം വല്ലതും നിങ്ങൾ അറിയുന്നുണ്ടോ? എന്തു പറ്റി? അവന്റെ ക്ലാസ്സിലെ ആശിഷ് മഹാവികൃതിയാണെന്നാണ് അവൻ പറയുന്നത്. എന്തു പറ്റി? അവന്റെ പെൻസിലും കട്ടറും എല്ലാം ആ ആശിഷ് പിടിച്ചു വാങ്ങും. ഒന്നും തിരികെ കൊടുക്കൂല. ഇന്നലെ ഒരു പുതിയ നോട്ട് ബുക്കും കാണാനില്ല. നിങ്ങളിങ്ങനെ പിള്ളേരെ കാര്യം നോക്കാതെ നടന്നാൽ ശരിയാവൂല കേട്ടാ. പവി മകന്റെ നിസ്സഹായതയോർത്ത് കുണ്ഠിതപ്പെട്ടു. അവൻ ഇത്ര പാവമായി പോയല്ലോ. സ്വന്തം സാധനങ്ങൾ സൂക്ഷിക്കാൻ ചെറുപ്പത്തിലെ കുട്ടികൾ ശീലിക്കണം. എന്നാലേ വലുതാവുമ്പോൾ എല്ലാ കാര്യത്തിലും ഒരു ചിട്ടയൊക്കെ ഉണ്ടാവും. ഏതായാലും ആശിഷിനെ ഒന്ന് പോയി കണ്ടുകളയാം. ക്ലാസ് ടീച്ചറോട് വിഷയം അവതരിപ്പിക്കുകയും ചെയ്യാം. പവി അച്ഛന്റെ റോൾ ഭംഗിയാക്കാൻ നിശ്ചയിച്ച് അടുത്ത ദിവസം സ്കൂളിൽ പോയി. മോന്റെ ക്ലാസിന്റെ ജനാലയിലൂടെ അവനെ ഒളിഞ്ഞു നോക്കി. എന്താ അവന്റെ പരിപാടി എന്നറിയണമല്ലോ. അവൻ ആരോടും അധികം സംസാരിക്കാതെ മിടുക്കനായിരിക്കുന്നു. തെല്ല അഭിമാനത്തോടെ പവി ക്ലാസ്സിൽ കയറി. രാവിലെ ആയതുകൊണ്ട് ടീച്ചർ എത്തിയില്ല. ധ്രുവൻ ഒന്ന് ഞെട്ടി. ആരാ ആശിഷ്? പവി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവനാണങ്ങളെ, ഏതോ കോണിൽ നിന്നും ഒരു മിടുക്കൻ വിളിച്ചു പറഞ്ഞു. മോനാണോ ആശിഷ്? അതെ, ഞാൻ ധ്രുവന്റെ ഫാദറാണ്. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. മോനോട് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് അങ്കിൾ വന്നത്. എന്താ അങ്കിൾ? പവി കാര്യം വിശദീകരിച്ചു. നല്ല ശീലങ്ങൾ പറഞ്ഞു കൊടുത്തു. നല്ല കുട്ടിയായി വളരേണ്ടതിന്റെ ആവശ്യകത വിശദമാക്കി. ഇന്നത്തെ സമൂഹത്തിലെ വളർന്നു വരുന്ന കുട്ടികളിൽ ദുശ്ശീലങ്ങൾ അവനെ മനസ്സിലാക്കി കൊടുത്തു. സന്മാർഗിയായി സമൂഹത്തിന് മാതൃകയായി വളരണമെന്ന് പറഞ്ഞു കൊടുത്തു. അതിന് അങ്കിളെ, മോൻ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ, പവി തികച്ചും ശാന്തനായി ഉപദേശിച്ചു. അല്ല അങ്കിളെ, ധ്രുവൻ അടുത്തിരിക്കുന്ന സാറേക്കാണ് എല്ലാം കൊടുക്കുന്നത്. നമ്മൾ ചോദിച്ചാൽ അവനെ അടിക്കും അങ്കിളെ. പവി നിസ്സഹായനായി വീട്ടിലേക്ക് മടങ്ങി. ഭാര്യയോട് പറഞ്ഞു, വിട്ടേക്ക്, പെൻസിലും കട്ടറുമല്ലേ പോയുള്ളൂ, വിട്ടേക്ക്.